ഹായ് ഡിയേഴ്സ്, വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കേട്ടറ്റിൻ്റെ കാറ്റഗറി 3 മാത്തമാറ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതാ സെക്ഷൻ എന്നുള്ളത് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല. ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്ട്രേറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ അങ്ങനെ വരുന്ന നമ്മുടെ ജിയോമെട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻസ് എന്നുള്ള സെക്ഷനൊക്കെ പഠിക്കുന്നതിൻ്റെ വളരെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഒന്നും അറിയാതെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല, അതേപോലെ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഫാക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം സ്ട്രേറ്റ് ലൈനും അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ടേം ഡിസ്റ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ലൈൻ എടുത്തു. ഈ ലൈനിന്റെ മുകളിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് x1 y1 എന്ന് പറയുന്നത്, മറ്റൊരു പോയിന്റ് ആണ് x2, y2. അപ്പൊ നമുക്കറിയാം ഏതൊരു 2D ആയിട്ടുള്ള ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്താലും അതിൽ എപ്പോഴും രണ്ട് കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ എക്സ് കോർഡിനേറ്റ് എപ്പോഴും ഫസ്റ്റിനെ റിപ്രസെന്റ് ചെയ്യും, അതേപോലെ രണ്ടാമത്തെ ആൾ എപ്പോഴും എന്തായിരിക്കും, y കോർഡിനേറ്റും ആയിരിക്കും. സോ ഇതിൽ x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ എവിടെയോ നിൽക്കാൻ, ഇത് സ്ട്രേറ്റ് ലൈനിൽ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ പ്ലെയിനിലെ എവിടെയോ കിടക്കുന്ന രണ്ട് പോയിന്റുകൾ, ആ പോയിന്റ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ് x1 y1 എന്നും x2 y2 എന്നും. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഉള്ള അകലം, അതായത് ഡിസ്റ്റൻസ്, അത് കാണാനാണ് നമ്മൾ മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ അത് ഏത് പോയിന്റ്സ് ആയാലും ശരി, ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ സ്ട്രേറ്റ് ലൈനിന്റെ മുകളിൽ മാർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രേറ്റ് ലൈൻ ആയാലും ശരി, അല്ലാത്ത ആളായാലും ശരി, എവിടെയായാലും ശരി, ഒരു 2Dയിലുള്ള അല്ലെങ്കിൽ ഒരു പ്ലെയിനിലുള്ള എവിടെയെങ്കിലും രണ്ട് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്താൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കാണാനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് കോർഡിനേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയറിന്റെ റൂട്ടാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ്, ഒരു കോർഡിനേറ്റ് എനിക്ക് 2,1 അതേപോലെ -3,2 ഇങ്ങനെയുള്ള രണ്ട് കോർഡിനേറ്റ്സ് നമ്മുടെ 2D പ്ലെയിനിൽ കിടക്കാന്ന് വിചാരിക്കാം. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ കോർഡിനേറ്റ്സിനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇത് എഴുതി വെക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലയിൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ കാണാം. അത് നിങ്ങൾ തിരിച്ച് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്നും y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് എടുത്താലും തെറ്റില്ല. കാരണം രണ്ടിന്റെ മുകളിലും സ്ക്വയേഴ്സ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് വാല്യൂ ആയാലും പോസിറ്റീവ് വാല്യൂ ആയാലും ഫൈനലി സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആൻസർ സെയിം ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാലും കുഴപ്പം വരാനില്ല കേട്ടോ. അപ്പൊ നമ്മൾ x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. ആ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് അതിന്റെ മുകളിലൊന്ന് എഴുതി വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഷുവർ ആണെങ്കിലും ഫോർമുലയിലേക്ക് എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് മാറിയും തിരിഞ്ഞൊക്കെ എടുത്തു പോകാറുണ്ട്. അപ്പൊ മാക്സിമം തെറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് നമ്മൾ ലോ ആക്കി വെച്ചിട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ കോർഡിനേറ്റ് x1 y1 x2 y2 എന്ന് നേരിട്ട് എഴുതി വെച്ചത്. ഇനി ഈ രണ്ട് പോയിന്റ്സിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റിനെ എ എന്നും പേര് വിളിച്ചു, ഈ പോയിന്റിനെ ബി എന്നും പേര് വിളിച്ചാൽ എനിക്ക് ഡിസ്റ്റൻസ് എ ബി ആണ് കാണേണ്ടത്. അപ്പൊ എ ബി ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നേരിട്ടിട്ട് ഇവിടെയുള്ള x1നും y1 x2 y2 എന്ന് പറയുന്ന വാല്യൂസിനെ പിക്ക് ചെയ്ത് അങ്ങോട്ട് ഇടുന്നു, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്തതിന് ശേഷം അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. എപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് റൂട്ട് കിട്ടുന്ന നമ്പർ തന്നെ വരണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ കോർഡിനേറ്റ്സിനെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. x2 നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാം -3 മൈനസ് x1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ -3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് ഇവിടെ ആരാണ്, 2 ആണ് അല്ലെ. അപ്പൊ 2 - 1 ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇനി ഉള്ളിലുള്ള സിംപ്ലിഫിക്കേഷൻസ്, അതായത് എന്താണോ ഉള്ളിലത്തെ ഓപ്പറേഷൻ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ സ്ക്വയർ ചെയ്യാൻ പാടുള്ളൂ. സോ നെക്സ്റ്റ് ഉള്ളിലുള്ള ആൾക്കാരെ ചെയ്തു തുടങ്ങാം. -3 - 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -5 ആണ്. -5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും അത് 25 ആണ്. അപ്പൊ അതിൽ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം 2 - 1 നിങ്ങൾക്ക് അറിയാലോ, 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ്. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. സോ ഉള്ളിലുള്ള നമ്പേഴ്സിന്റെ അഡീഷനെ ഇനി ബാക്കിയുള്ളൂ, നേരിട്ട് ചെയ്യാം. സോ ആൻസർ ഇസ് √26. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ കോർഡിനേറ്റ് എയും ബിയും തമ്മിലുള്ള അല്ലെങ്കിൽ പ്ലെയിനിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, √26. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു, മിഡ് പോയിന്റ് ഫോർമുല. അപ്പൊ അതായത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോർഡിനേറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റും
അത് കണക്ട് ചെയ്ത് വേറൊരു പോയിന്റ് ബി നമ്മൾ എടുത്തു, x2y2. ഈ രണ്ട് പോയിന്റ്സിനെയും തമ്മിൽ കറക്റ്റ് ആയിട്ട് മുറിക്കുന്ന ഒരു മിഡ് പോയിന്റ് അതിനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ കറക്റ്റ് മിഡിൽ വരുന്ന ആളാണ് നമ്മളെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനെ നിങ്ങൾ x1 y1 എന്നും ബിനെ x2 y2 എന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ മിഡ് പോയിന്റും തീർച്ചയായിട്ടും എന്ത് ഫോമിൽ തന്നെ ആയിരിക്കും? ഒരു കോർഡിനേറ്റിന്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അതായത് ഒരു x കോർഡിനേറ്റും ഉണ്ടായിരിക്കും, ഒരു y കോർഡിനേറ്റും ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് പോയിന്റ്സ് തന്നിട്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുലയായിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു 4,2 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റും അതേപോലെ 8,10 എന്ന് പറയുന്ന മറ്റൊരു കോർഡിനേറ്റും എടുത്തു. അപ്പൊ ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ഈ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുലയിൽ കൊണ്ടുപോയിട്ട് അത് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ x1 y1 ഉണ്ട്, x2 y2 ഉണ്ട്. നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചല്ലോ, x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇതാണ് നമ്മുടെ ഫോർമുല. സോ നേരെ x1നും x2നും വാല്യൂസ് കൊടുക്കുക, അതേപോലെ തന്നെ y1നും y2നും വാല്യൂസ് കൊടുക്കുക. x1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്, പ്ലസ് x2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പം 4 പ്ലസ് 8 ബൈ 2. അതേപോലെ y-ന്റെ ടേംസ് നോക്കുക, y1ന്റെ വാല്യൂ 2, y2ന്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 2 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ് വരുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന്റെ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ആൻസർ ആക്കി മാറ്റേണ്ടത്. അപ്പോൾ 4 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 12 ബൈ 2 എന്ന് പറയുമ്പോൾ 6 എന്ന് വന്നു, ഇതും 6 തന്നെ അല്ലേ. അപ്പൊ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6,6. അതായത് 6,6 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഈ രണ്ട് പോയിന്റിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലൈൻ സെഗ്മെന്റിന്റെ കറക്റ്റ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റും x2 y2 എന്ന് പറയുന്ന മറ്റൊരു പോയിന്റും ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റിന്റെ കറക്റ്റ് മിഡിലുള്ള മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ആ മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നേരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് 1-2 സ്റ്റെപ്പിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ സ്ട്രേറ്റ് ലൈൻസുമായിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ ജസ്റ്റ് എല്ലാം നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള സെക്ഷൻ ജിയോമെട്രിയിൽ പഠിച്ചതാണ്. പക്ഷെ അവിടെ നമ്മൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. പക്ഷേ ഇവിടെ കോർഡിനേറ്റ്സിന്റെ കേസിൽ വരും, അതായത് x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞിട്ടുള്ള 3 കോർഡിനേറ്റ്സിനെ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ആയിട്ട് തരാണെന്ന് വിചാരിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ആ ട്രയാങ്കിളിന്റെ 3 വേർട്ടക്സുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമ്മൾ കോർഡിനേറ്റ്സിനെയാണ് x1 y1 x2 y2 അതേപോലെ x3 y3 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 വേർട്ടിസസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേർട്ടെക്സുകളുടെ കോർഡിനേറ്റ്സിനെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഏരിയ കാണാൻ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു, സ്റ്റാർട്ട് ചെയ്യുന്നത് x1 എന്നാണ്, x1 കഴിഞ്ഞ് പിന്നെ x2 പിന്നെ x3, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് 3 പേരാണ്. അതിന്റെ ഇടയിൽ y2 മൈനസ് y3, y3 മൈനസ് y1, y1 മൈനസ് y2. ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് വരില്ല. ഓക്കെ, സോ ഇതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ വേർട്ടിസസ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള സെക്ഷനാണ് ഈ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏരിയ കാണാൻ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ 3 പോയിന്റുകൾ എപ്പോഴാണ് കൊലീനിയർ ആവുക എന്നുള്ള സെക്ഷനിലാണ് കൂടുതലും നമ്മൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കൊലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 0 ആവുന്ന കേസ് ആണെന്ന് വിചാരിക്കുക. അതായത് ട്രയാങ്കിളിന്റെ ഏരിയ 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ട്രയാങ്കിളിന് ഏരിയ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ, ഏരിയ ഇല്ലാത്ത ഒറ്റ ട്രയാങ്കിളും ഉണ്ടാവില്ല. അപ്പൊ ഏരിയ 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ അങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം, ഒരു 3 പോയിന്റിനെ എങ്ങനെയൊക്കെ നിങ്ങൾ ചെതറി വെച്ചാലും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള പല ട്രയാങ്കിൾസും ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ്? ആ 3 പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഉണ്ടായിരിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലുള്ള 3 പോയിന്റ്സ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3ഉം ഒരു വരയുടെ മുകളിലാണ് കിടക്കുന്നത്. ഈ 3 പോയിന്റും യൂസ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ എനിക്ക് അവിടെ പറയേണ്ടി വരും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ല. സോ അതിന്റെ ഏരിയ എന്താണ്? 0 ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഏരിയ കാണാനല്ല ചോദിക്കാറ്,
പകരം ഏറ്റവും കൂടുതൽ അത് സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറ്. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ്സ് കൊലീനിയർ ആണോ അല്ലെങ്കിൽ കൊലീനിയർ ആവാൻ എന്തായിരിക്കും അതിന്റെ കണ്ടീഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഏരിയയുടെ കോൺസെപ്റ്റ് കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഏരിയ 0 ആവുന്ന കേസിലെ ആ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് പറയുള്ളൂ. ഈ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് പറയുന്നതിന്റെ മറ്റൊരു ടേം ആണ് കൊലീനിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊലീനിയാരിറ്റി അല്ലെങ്കിൽ കൊലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ ലൈ ചെയ്യുന്നതാണ് എന്നുള്ളതിന്റെ മറ്റൊരു മീനിങ്, ഒരു സിംഗിൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വൺ വേർഡ് ആണ് കൊലീനിയാരിറ്റി അല്ലെങ്കിൽ കൊലീനിയർ എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, ഏരിയ കാണാനുള്ള ഈ ഇക്വേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കൊലീനിയാരിറ്റിയുടെ കേസിലായിരിക്കും. ഓക്കെ ആണോ? സോ ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മുടെ കാറ്റഗറി 3 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് 1,5, 2,7 ആൻഡ് 0,k ആർ കൊലീനിയർ ആർ എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. നമ്മൾ പറഞ്ഞു ഈ കൊലീനിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആ 3 പോയിന്റ്സും ഒരു സിംഗിൾ ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 3 പോയിന്റ്സ് ആണെന്നാണ് അർത്ഥം. അപ്പൊ കൊലീനിയർ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ 0 ആണെന്നാണ് അർത്ഥം. ആ കാര്യമാണ് നമുക്ക് അവിടെ ആ സമയത്ത് ഓർമ്മ വരേണ്ടത്. അപ്പൊ കൊലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊലീനിയർ ആണെന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല. പക്ഷേ കൊലീനിയർ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? 0 ആണെന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. സോ നമ്മൾ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊലീനിയാരിറ്റിയിലെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താ? ഏരിയ 0 ആയാലാണ് പോയിന്റുകൾ എന്താവുന്നത്? കൊലീനിയർ ആവുന്നത് അല്ലെ? അപ്പൊ ഞാൻ ഈ പോയിന്റ്സിനെ x1 y1, x2 y2, അതേപോലെ x3 y3 എന്ന് പേര് കൊടുത്തു. 3 കോർഡിനേറ്റ്സിനെയും എടുത്തു. ഇത് 3ഉം ട്രയാങ്കിളിന്റെ വേർട്ടിസസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല, കാരണം അത് കൊലീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയനെ എനിക്ക് 0 ആയിട്ട് എടുക്കാം. ഇനി ഏരിയ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? 1/2 ഇൻറ്റു മോഡ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് അടുത്തത് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് നമ്മുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇതിനെ എനിക്ക് നേരെ 0നോട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഏരിയ കാണാനുള്ള ഇക്വേഷൻ 0 ആയാൽ മാത്രമേ പോയിന്റ്സ് കൊലീനിയർ ആവുള്ളൂ എന്നുള്ള കണക്ഷൻ അറിയുന്നത് കൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ കെയുടെ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ x1 y1 y2 അങ്ങനെ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ ഇവിടെ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. സോ 1/2 ഇൻറ്റു മോഡ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ 7 മൈനസ് y3 k ആണ്. അപ്പൊ 1 ഇൻറ്റു 7 മൈനസ് k. നെക്സ്റ്റ് 1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 2 ഇൻറ്റു അല്ലെ? അപ്പൊ y3 എന്ന് പറഞ്ഞാൽ അഗെയിൻ k മൈനസ് y1 എന്ന് പറയുമ്പോൾ 5 ആണ്. പ്ലസ് x3 0 ആയതുകൊണ്ട് ബാക്കിയുള്ള പാർട്ടിനെ ഞാൻ എഴുതുന്നില്ല, കാരണം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്ലീറ്റ് വലിച്ചു വാരി എഴുതി അതിന്റെ സ്റ്റെപ്സിനൊന്നും മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. x3 0 ആണെങ്കിൽ x3 ഇൻറ്റു എന്ന് പറഞ്ഞ ആരെ നിങ്ങൾ എഴുതിയാലും ഹോൾ 0 ആയിട്ട് മാറും. സോ ആ സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് സോൾവ് ചെയ്യണം. ഈ 1/2 കൂടെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുവാണ്. ഈ 1/2 അങ്ങോട്ട് പോയാലും 0 ഇൻറ്റു 2/1 എന്നാവും. അതും 0 തന്നെയാണ്. സോ അതിൽ മാറ്റമൊന്നുമില്ല. 7 മൈനസ് k പ്ലസ് 2 ഇൻറ്റു k മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇതിനെ എഴുതാൻ പറ്റും. 1/2 അങ്ങോട്ട് പോയാലും 0 ആണ്, ആൻഡ് ഈ പാർട്ട് കംപ്ലീറ്റ് 0 ആയി പോയി. സോ ഉള്ളിലുള്ള ബാക്കി ചെറിയ ആൾക്കാരെ മാത്രം ബാക്കി വെച്ചു. ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്തു. ഇനി ബ്രാക്കറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എത്ര മാത്രമേ ചെയ്യാനുള്ളൂ? 7 മൈനസ് k പ്ലസ് 2-നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഇത് 2k മൈനസ് 10 ഈക്വൽ ടു 0 എന്ന് മാറും. ഇനി മൈനസ് k പ്ലസ് 2k എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? k ആണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ വാല്യൂ k ആണെന്ന് കിട്ടി. ഇനി ബാക്കി എന്താണുള്ളത്? 7ഉം ഒരു മൈനസ് 10ഉം ഉണ്ട്. 7 മൈനസ് 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3. ദാറ്റ് ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് k ഇസ് ഈക്വൽ ടു 3. കെയുടെ വാല്യൂ നമുക്ക് 3 ആണെന്ന് കിട്ടി. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ഉത്തരം എന്താണ്? 3 ആണ്. സോ ഇതിനെ സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ആളാണ് ഈ കൊലീനിയർ എന്ന് പറയുന്ന ആളും പരീക്ഷയിലെ സ്ഥിരമായിട്ട് അധികവും കാണുന്ന ഒരാളാണ്. ആ കൊലീനിയാരിറ്റി സോൾവ് ചെയ്യാൻ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് ഏരിയ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഏരിയനെ ഒരിക്കലും നേരിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ആ ആളെ ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കൊലീനിയാരിറ്റിയുടെ കാര്യമാണ്. സോ കൊലീനിയർ എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേർട്ടെക്സുകളാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്.
ഒരു ക്വസ്റ്റ്യനും കൂടി. എ പോയിന്റ് ഓൺ ദ y ആക്സിസ് വിച്ച് ഇസ് equidistant ഫ്രം -2,5 ആൻഡ് 2,-3 ഇസ്. ഇതും ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ ഇക്വിഡിസ്റ്റന്റ് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ ഇക്വിഡിസ്റ്റന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പോയിന്റ് y ആക്സിസിന്റെ മുകളിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ എടുക്കുന്നത്, നിങ്ങൾക്ക് കോർഡിനേറ്റ് ആക്സിസ് അറിയാലോ അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു ഗ്രാഫിലേക്കായാലും അല്ലെങ്കിൽ ഒരു 2D നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യാറുണ്ട്. അതിൽ എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഏതൊരു പോയിന്റും കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസിന്റെ മുകളിൽ ആ പോയിന്റ് വരണമെങ്കിൽ വൈ കോർഡിനേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ആലോചിക്കാം. അപ്പൊ എക്സ് ആക്സിസിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് പോയിന്റ് ആയാലും അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും വൈ ആക്സിസിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ വേണം. ഇനി ഇതൊന്ന് നോക്കുക. എ പോയിന്റ് ഓൺ ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വൈ ആക്സിസിന്റെ മുകളിലാണ്. വൈ ആക്സിസിന്റെ മുകളിലാണോ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിനെ 0,y എന്ന് വിളിച്ചു. പ്രശ്നമില്ലല്ലോ. കാരണം എക്സ് കിടക്കുന്നത് വൈ ആക്സിസിലാണെന്ന് പറഞ്ഞു. വൈ ആക്സിസിലുള്ള ഏത് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് 0 ആണെന്നും നമുക്കറിയാം. സോ അതിനെ 0 ആക്കി മറ്റേ ആളെ മാത്രം y എന്നും വിളിച്ചു. ഇപ്പൊ 0,y എന്ന് പറയുന്നത് വൈ ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഇനി ഈ പോയിന്റിൽ നിന്ന് -2,5ലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇതേ പോയിന്റിൽ നിന്ന് 2,-3ലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ സിംഗിൾ പോയിന്റിൽ നിന്ന് രണ്ടിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ അല്ലേ? അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യാലോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇയാളെ x1ഉം y1ഉം ഇതിനെ x2 y2 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ പോയിന്റുകൾക്ക് പേര് കൊടുക്കുകയാണേ. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ ബി എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ ഞാൻ ഒ എന്നും വിളിച്ചു. വെറുതെ ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. ഇപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒ എ ഈക്വൽ ടു എന്താണ്? ഒ ബി അല്ലെ. ഒ എ എന്ന് പറഞ്ഞാലും ഒ ബി എന്ന് പറഞ്ഞാലും സെയിം ആണെന്നാണ് അതിന്റെ അർത്ഥം. ശരിയാണല്ലോ. അപ്പൊ ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഡിസ്റ്റൻസ് കാണാൻ ഒ എ കാണാനും അറിയാം, ഒ ബി കാണാനും അറിയാം. ഞാൻ പറഞ്ഞിരുന്നു x2 - x1 എന്ന് എടുത്താലും x1 - x2 എന്ന് എടുത്താലും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇവിടെ y ആദ്യം വരുന്ന രീതിയിലാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഒ എ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു ഓന്റെ കോർഡിനേറ്റ്സ് 0,y ആണ്. എയുടെ കോർഡിനേറ്റ്സ് എന്താണ്? -2,5 ആണ്. അപ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ അറിയാം. ഞാൻ നേരെ ഇങ്ങനെ എഴുതാൻ പോവാണേ. അതിൽ എക്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ -2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് പറയാം, ഞാൻ തിരിച്ചെടുക്കാണ്, y - 5. 5 - y എന്ന് എടുത്താലും ശരിയാണ്, അതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ y ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ, അപ്പൊ എനിക്ക് a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ y-നെ ഫ്രണ്ടിൽ എഴുതിയത്. ഇനി നിങ്ങൾ y - 5നെ തിരിച്ച് 5 - y എന്ന് എഴുതിയാലും യാതൊരു പ്രശ്നവും വരാനില്ല. അതേപോലെ ഒ ബി ഒന്ന് കണ്ടു നോക്കിയേ. ഇതാണ് O, ഇതാണ് നമ്മുടെ ബി. അപ്പൊ x2 - x1 എന്ന് പറയുമ്പോൾ 2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y -3 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇക്വേഷനിൽ തന്നെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. കോർഡിനേറ്റിലെ y കോർഡിനേറ്റും മൈനസ് ആണ്. സോ ആ മൈനസ് രണ്ടും കൂടെ പ്ലസ് ആവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. ഇനി നോക്കിയാൽ രണ്ടിന്റെ സൈഡിലും റൂട്ട് ഉണ്ട് അല്ലെ. ആ റൂട്ടിനെ സ്ക്വയർ ചെയ്ത് കളഞ്ഞാൽ അത് അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ. കാരണം റൂട്ട് കിടക്കുന്ന സമയത്ത് ഉള്ളിൽ ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ബോത്ത് സൈഡ്സ് LHSലും RHSലും രണ്ട് സൈഡിലും റൂട്ട് സ്ക്വയർ റൂട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഈ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതിന്റെ സ്റ്റെപ്പുകൾ അങ്ങനെയൊന്നും എഴുതുന്ന, കാരണം സ്റ്റെപ്പ് വൈസ് പോകുന്നതിന് മാർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നമുക്ക് വേണ്ടത് ഫൈനൽ ആൻസർ അല്ലേ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കുക. ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇത്രയും സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം തെറ്റാത്ത രീതിയിൽ പറ്റാവുന്ന സ്റ്റെപ്പുകളൊക്കെ ഒമിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ റൂട്ട് 2 പോയി. ഇനി -2 - 0 എന്ന് പറഞ്ഞാൽ എന്താണ്? -2ന്റെ സ്ക്വയർ. അത് ആരാണ്? 4 ആണ്. പിന്നെ എന്താ ബാക്കിയുള്ളത്? നോക്കിയേ, y - 5 ഹോൾ സ്ക്വയർ. അതിനെ ഒരിക്കലും y² - 5² എന്ന് എഴുതാൻ പാടില്ല. ഈ ഫോമിൽ വരുന്ന ഏത് സാധനമാണെങ്കിലും നമുക്കറിയാം a - b ഹോൾ സ്ക്വയർ വെച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ ഞാൻ അതിനെ a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണേ. y² - 2 × 5 × y എന്ന് വരും. അതായത് 10y
പ്ലസ് 25 ഈക്വൽ ടു ഇവിടെയും എന്ത് വരും 2ന്റെ സ്ക്വയർ അല്ലേ 2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെന്താണ് 4 ആണ് 4 പ്ലസ് അഗെയിൻ വൈ സ്ക്വയർ ഇത് y പ്ലസ് 3 ആയിട്ട് മാറും അല്ലെ അപ്പൊ y സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് കിട്ടും ഇത്രയും കാര്യങ്ങൾ 6x അല്ല 6y കാരണം yന്റെ ടേംസിലാണല്ലോ എഴുതുന്നത് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ആരൊക്കെയാ നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറവും ഇപ്പുറവും ആകുമ്പോൾ സെയിം സൈൻ ആണ് നമ്മൾ കട്ട് ചെയ്യുക ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്ലസും മൈനസിനെയും കട്ട് ചെയ്യുന്നത് ഇനി ഇവിടെയും +4 ഇവിടെയും +4 ഇത്ര ആൾക്കാരെ കട്ട് ചെയ്യാൻ പറ്റിയല്ലേ അപ്പൊ എന്തൊക്കെയാണ് ബാക്കിയുള്ളത് -10y + 25 ഇസ് ഈക്വൽ ടു 6y + 9 എന്ന് ബാക്കി വന്നു ഇനി നേരെ ഈ -10y അങ്ങോട്ടും +9 ഇങ്ങോട്ടും കൊണ്ടുവന്ന 25 - 9 ഇസ് ഈക്വൽ ടു 6y + 10y എന്ന് വരും that is equal to 16y ഇത് എന്തായിട്ട് മാറി 16 എന്ന് മാറി 25 - 9 എന്ന് പറയുമ്പോൾ 16 ആണ് ആൻഡ് y എന്ന് പറയുമ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി 16/16 ചെയ്യാം which means y യുടെ വാല്യൂ 1 ആണ് അല്ലേ അപ്പൊ y-ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് കാണേണ്ടിയിരുന്ന പോയിന്റ് 0, y ആണ് സോ ആ പോയിന്റ് എന്താണെന്ന് പറയാം 0, yക്ക് 1 വാല്യൂ കൊടുത്താൽ 0,1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നോക്കിയേ ഓപ്ഷൻ എ 0,1 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇക്വിഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാലും നമ്മൾ അധികവും ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുക ആൻഡ് അത് മാത്രമല്ല നമ്മൾ എന്തും ചെയ്യുന്നുണ്ട് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കൊലീനിയാരിറ്റി കാണിക്കുന്ന സെക്ഷനും കൂടുതലായിട്ടും അവരെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ബേസിക്സ് ആണ് ഇവരെങ്കിലും പല ക്വസ്റ്റ്യൻസിലും കയറി വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊന്നും നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ സ്ട്രേറ്റ് ലൈൻസ് പഠിക്കുന്നതിൻ്റെ പ്രയർ ആയിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഇനി നമുക്ക് പതിയെ എന്തിലോട്ട് കയറാൻ വേണ്ടി പറ്റും സ്ട്രേറ്റ് ലൈൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കയറാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മൾ സ്ട്രേറ്റ് ലൈനിൻ്റെ കോൺസെപ്റ്റിലോട്ടാണ് പോകുന്നത് അവിടെ കുറച്ച് പുതിയ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ആൻഡ് അതെല്ലാം ഇമ്പോർട്ടൻറ്റും ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക് എന്നാലും നമ്മൾ ചിലപ്പോൾ പഠിച്ച് മറന്നുപോയതോ വിട്ടുപോയതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ സ്ട്രേറ്റ് ലൈനിൻ്റെ ഏതൊരു സ്ട്രേറ്റ് ലൈനും നമുക്ക് രണ്ട് രീതിയിൽ ജനറൽ ഫോമുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോംസ് പറയാൻ പറ്റും ആ രണ്ട് ഫോമുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ax + by + c = 0 ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റത്തെ ജനറൽ ഫോം എന്ന് പറയുന്നത് രണ്ടാമത്തത് y = mx + c ഏറ്റവും കൂടുതൽ സ്ട്രേറ്റ് ലൈനിന്റെ കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം ചോദിച്ചാൽ നമ്മൾ എവിടെയും കാണുന്ന ഒരാളാണ് y = mx + c ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ഈ y = mx + c നെ കുറച്ച് നല്ലോണം അറിയേണ്ട ആളാണ് ഇത് വേറൊരു പേര് തന്നെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ജനറൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരെയാണ് നമ്മൾ പറയുക ഒന്നെങ്കിൽ ax + by + c = 0 അല്ലെങ്കിൽ y = mx + c ഇനി ഇത് എന്താണെന്നുള്ളതും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വഴിയെ പറയാം ജസ്റ്റ് അതിന്റെ ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി തുടക്കത്തിലേ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനി നോക്കുക ഇനി സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഏതൊരു സ്ട്രേറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കയറി വരുന്ന ആൾ കൂടിയാണ് നമ്മുടെ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സ്ലോപ്പിന്റെ കേസിലേക്ക് പോകുമ്പോൾ ആലോചിച്ച് നോക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എക്സും വൈയും ആക്സസ് ആണ് അല്ലെ നമ്മളെ കോർഡിനേറ്റ് ആക്സസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ കോർഡിനേറ്റ് ആക്സസിൽ y ഡാഷ് x ഡാഷ് ഇതൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ O എന്ന് വിളിക്കാറുണ്ട് ഒറിജിൻ അതിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0,0 ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും എക്സിൻ്റെത് ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂസ് വൈൻ്റെ പോസിറ്റീവ് വൈൻ്റെ നെഗറ്റീവ് ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് കിടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് L എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക L എന്ന് പറയുന്ന ലൈന് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്നിവിടെ വിളിച്ചിരിക്കുന്നത് അല്ലെ തീറ്റ അപ്പൊ ആംഗിൾ തീറ്റ മെഷർ ചെയ്തത് ഞാൻ ആരോ മാർക്ക് ഇട്ടത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നമ്മൾ ട്രിഗ്നോമെട്രി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിൽ ഒന്നും കൂടെ അത് പഠിക്കുന്നുണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ് അതായത് നമ്മുടെ ക്ലോക്കിന്റെ നീഡിൽ തിരിയുന്നതിന്റെ നേരെ റിവേഴ്സ് മാനർ അപ്പോൾ ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഇവിടെ ആംഗിളിന് എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ ഓക്കെ അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കണം ഇൻക്ലിനേഷൻ ആണ്
അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ. ആംഗിൾ തീറ്റ അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ആണ് തീറ്റയായിട്ട് എടുത്തത് എങ്കിൽ നമുക്കറിയാം സ്ലോപ്പ് കാണാൻ നമ്മൾ പഠിക്കുന്ന 2-3 കുറച്ച് അധികം ഇക്വേഷൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. എന്നാലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഈ ഇൻക്ലിനേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം ലൈനിന്റെ. അതേപോലെ ലൈനിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 പോയിന്റുകളാണ് തരുന്നതെങ്കിൽ ആ പോയിന്റ്സിനെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ ആദ്യത്തിലേക്ക് ഞാൻ വരാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ് ആക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ തീറ്റ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇൻക്ലിനേഷൻ ആണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് സ്ലോപ്പിന്റെ വേർഡ് മീനിങ് തന്നെ നമുക്കറിയാം, ചരിവ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ചെരിവ്, ഒരു ലൈൻ എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആക്ച്വലി മീൻ ചെയ്യുന്നത്. പക്ഷെ അതിനെ നമ്മൾ യൂഷ്വലി ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ തീറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ സ്ലോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എം. ഇപ്പൊ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ബാക്കോട്ട് ആലോചിച്ച് നോക്കിയേ. y is equal to mx plus c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിൽ എക്സും വൈയും ജനറൽ ഇക്വേഷന്റെ പാർട്ടാണ്. അപ്പൊ അതിലുള്ള എം ആരായിരിക്കണം? സ്ലോപ്പ് ആയിരിക്കണം. ഓർത്തിരിക്കുക കേട്ടോ. സ്മോൾ ലെറ്റർ എം എവിടെ കണ്ടാലും സ്ട്രേറ്റ് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾ അധികവും സ്ലോപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എം എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എം മീൻസ് എന്താണ്? നമ്മുടെ സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ യൂസിങ് ആര്? ഇൻക്ലിനേഷൻ. നിങ്ങൾക്ക് തീറ്റ തന്നു അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, അപ്പൊ തീറ്റയുടെ വാല്യൂസ് മാറുന്നതിനും തിരിയുന്നതിനും ഒക്കെ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഈ സ്ലോപ്പിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സ്ലോപ്പ് കാണാൻ നമ്മൾ ആദ്യത്തെ വഴി പഠിച്ചു കഴിഞ്ഞു. ഇൻക്ലിനേഷൻ ആണ് തരുന്നത് എങ്കിൽ ജസ്റ്റ് ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ അത്രയും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? സ്ലോപ്പിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് ഏത് കേസിലാണ് യൂസ് ചെയ്യുന്നത്? എം ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ തരുമ്പോഴാണ്, ആംഗിൾ തരുമ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് എം ആണ് നമ്മൾ എപ്പോഴും സ്ലോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. ഇത്രയും പറഞ്ഞത് ഓക്കെയാണല്ലോ. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു കേസ് കൂടെ ഉണ്ട്. വെൻ ഇഫ് ദ 2 points ആർ ഈവൻ. അപ്പം നേരത്തെ ആംഗിൾ ആണ് തന്നത് അല്ലെ, ഇൻക്ലിനേഷൻ ആണ് തന്നിരുന്നത്. ഇനി പകരം ഇൻക്ലിനേഷന് പകരം പോയിന്റ് ആണ് തരുന്നതെങ്കിലോ? ദ പോയിന്റ്സ് ആർ ഗിവൺ. 2 പോയിന്റ്, ലൈനിന്റെ മുകളിലുള്ള 2 പോയിന്റ് x1 y1 അതേപോലെ x2 y2 നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ 2 പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്താനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചു. സ്ലോപ്പ് കാണാൻ പഠിച്ച 2 ഇക്വേഷൻസ്, ഒന്ന് ഇൻക്ലിനേഷൻ തരുമ്പോൾ യൂസ് ചെയ്യുന്നത് എം ഈക്വൽ ടു ടാൻ തീറ്റ. അതേപോലെ നിങ്ങൾക്ക് 2 പോയിന്റുകളാണ് തരുന്നതെങ്കിൽ, ആ ലൈനിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് തരുന്നതെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ആരെ തന്നെയാണ്? നമ്മുടെ സ്ലോപ്പിനെ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 2 ഇക്വേഷൻസ് ആണ് സ്ലോപ്പ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്ട്രേറ്റ് ലൈൻസിന്റെ ഇടയിലെ പ്രധാന കഥാപാത്രമാണ്. അയാളെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം. സോ എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നോക്കിയേ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് അറിയാം. നോക്കിയേ, 2 പോയിന്റുകളല്ല, എല്ലാത്തിലെയും ലൈനിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ 2 പോയിന്റ് പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ സ്ലോപ്പ് കാണാൻ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ആ ഇക്വേഷൻ ആണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആദ്യം എടുക്കാം. എയുടെ ആൻസർ ആണ് നോക്കുന്നതെങ്കിൽ എ തന്നിരിക്കുന്ന പോയിന്റിനെ ഇത് മാറിപ്പോവാതിരിക്കാനാണ്. നമ്മൾ എത്ര കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞാലും എക്സാമിന്റെ റഷിന്റെ സമയത്ത് നിങ്ങൾ അതൊന്ന് മാറ്റി ആ ഇക്വേഷനിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ y1 y2 ആവാനും അതേപോലെ തിരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എക്സും വൈയും തമ്മിൽ മാറാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം മാക്സിമം തെറ്റാനുള്ള സാധ്യതകൾ കുറച്ച് മാത്രം എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നേരെ ഞാൻ ഇനി ഇക്വേഷനിലേക്ക് കൊണ്ടുപോവാണേ. m is equal to y2 minus y1. ഇതിൽ y2 ആയിട്ട് എടുത്തിരിക്കുന്നത് 1 ആണ്, y1 ആയിട്ട് എടുത്തിരിക്കുന്നത് -2 ആണ്. അപ്പൊ 1 മൈനസ് -2 ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാൽ 2 ആണ്, മറ്റേത് 3 ആണ്. അപ്പൊ 2 മൈനസ് 3 എന്ന് വരും. സോ ആൻസർ ഈ പ്ലസും മൈനസും കൂടെ പ്ലസ് ആയി, അതായത് 3 ബൈ -1 എന്ന് വന്നു. സോ നമ്മുടെ സ്ലോപ്പ് എത്രയാണ്?
-3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കിയേ, 0 -4 -1, 2. ഇതിൽ 0നെ ഞാൻ x1 y1 ഈ പോയിന്റിനെയും വിളിച്ചു, ഇതിനെ x2 y2 എന്നും പേര് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കുകയാണെ, കാരണം ഇത് എഴുതുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കുറയുമെന്ന് ഞാൻ പറഞ്ഞു. സോ അങ്ങനെ എഴുതുമ്പോഴാണ്, അങ്ങോട്ട് എടുത്തെഴുതുമ്പം ചാൻസ് കുറവാണ് തെറ്റിപ്പോവാനുള്ളത്. അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ബി ക്വസ്റ്റിലേക്ക് വന്നു. എഗെയിൻ സ്ലോപ്പ് കാണാൻ നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ y2 ആയിട്ട് വരുന്നത് 2 ആണ്, y1 ആയിട്ട് വരുന്നത് -4 ആണ്. അപ്പം 2 - -4 ഡിവൈഡഡ് ബൈ അടുത്ത ആൾ എന്താണ്, -1 -0 എന്ന് വരും അല്ലെ. x2 - x1 അല്ല, അപ്പം -1 - 0 എന്ന് കിട്ടി. ഇത് എന്തായിട്ട് മാറും, 6ഉം ഇത് -1 ആണ്. സോ നമ്മുടെ ആൻസർ -6 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് 0, -4 -1, 2 ആണ്. y2 - y1 എന്ന് പറഞ്ഞാൽ 2 - -4 ഡിവൈഡഡ് ബൈ -1 - 0. സോ അത് +6 ആണ്. ഡിവൈഡഡ് ബൈ -1 എന്ന് പറയുമ്പോൾ സ്ലോപ്പ് -6 ആയിട്ട് മാറി. ഇനി ലാസ്റ്റ് വൺ സി. സിയുടെ ആൻസർ എന്താ വരുന്നത്, x2 - x1. ആദ്യം y2 - y1 ചെയ്യണം. അപ്പൊ നമുക്ക് 17 - 11 ഡിവൈഡഡ് ബൈ 10 - 8. 17 - 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ നമ്മുടെ ആൻസർ +3. അപ്പൊ മൂന്നിന്റെയും സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഇക്വേഷൻ ഇതാണെന്ന് മനസ്സിലാവാനുള്ള കാരണം തന്നിരിക്കുന്നത് 2 പോയിന്റ്സ് ആണ്, 2 കോർഡിനേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ y2 - y1 ബൈ x2 - x1 എന്ന് പറയുന്ന ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആലോചിച്ച് നോക്കിയേ. ഇഫ് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി, വാട്ട് ഇസ് ദ സ്ലോപ്പ്? അപ്പൊ 60 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ ആണ് എന്ത് തന്നിരിക്കുന്നത്, 60 ഡിഗ്രി തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും, തീറ്റയ്ക്ക് 60 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടാൻ 60 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ടാൻ 60 ഡിഗ്രി കണ്ടുപിടിച്ചാൽ അതായിരിക്കും നമ്മുടെ ഡയറക്റ്റ് ആൻസർ വരുന്നത്. ആംഗിൾസ് അറിയണം നിർബന്ധമാണ്. അപ്പോൾ ഒരു കുറച്ച് ആംഗിളുടെ അത് മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോവാം. 0, 30, അതേപോലെ നെക്സ്റ്റ് 45, 60 ആൻഡ് 90. ഇത്രയും പേര് ഇത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അറിഞ്ഞിരിക്കണം. ട്രിഗ്നോമെട്രിയിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. സൈനും കോസും അറിയെങ്കിൽ തന്നെ ടാൻ നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. കാരണം സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് ആര്, ടാൻ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ആളെ കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. 2 പേരെ അറിയുമെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ കൂടി പറ്റും. സോ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടാൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ വരിക, 0 ഡിവൈഡഡ് ബൈ 1, അത് 0 തന്നെയാണ്. ഇനി സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ഇത് √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, 1/2 ഡിവൈഡഡ് ബൈ √3/2. 2 ക്യാൻസൽ ചെയ്താൽ നമുക്കറിയാം 1/√3. ഇനി നെക്സ്റ്റ് 1/√2, ഇയാളും 1/√2 ആണ്. ഇത് 2 ഡിവൈഡ് ചെയ്താൽ 1 വരും. ഇനി ഇത് നേരെ ക്രോസ് ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ √3/2 ആണ് ആദ്യം വരുന്നത്, ഇവിടെ 1/2 ആണ് വരുന്നത്. സോ ഇവിടെ √3 വരും, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ നോട്ട് ഡിഫൈൻ. കാരണം 1 ഡിവൈഡഡ് ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ നോക്കിയേ, ടാൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, √3 ആണ്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഈക്വൽ ടു m ആണ് നമ്മുടെ സ്ലോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു √3 എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പം വാല്യൂസ് ഏറ്റവും കുറഞ്ഞത് കുറച്ച് പേരെങ്കിലും നമ്മൾ സൈൻ കോസ് ടാൻ വാല്യൂസ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സോ ഇൻക്ലിനേഷൻ തന്നാൽ m ഈക്വൽ ടു ടാൻ തീറ്റ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ തരുന്നത് പോയിന്റുകളാണെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി, y2 - y1 ബൈ x2 - x1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്ലോപ്പ് ഓഫ് ആക്സിസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിൾ ആരുമായിട്ടാണ്, എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ആംഗിൾ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. ഈ തീറ്റയാണ് ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ പേരിട്ടത്. അപ്പൊ എക്സിൽ നിന്നും ആ ഇൻക്ലിനേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂസ് വരുന്നത്. ഇനി 2 പേരുടെ സ്ലോപ്പ് ഓഫ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ആക്സിസിന്റെയും സ്ലോപ്പ് അറിയണം, അതേപോലെ വൈ ആക്സിസിന്റെയും സ്ലോപ്പ് അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പറയാൻ പോകുന്നതും ഈ 2 ആൾക്കാരെയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ലൈൻ എൽ എന്ന് പറയുന്നതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ അല്ലേ. ഈ എല്ല് ചെരിഞ്ഞ് നമ്മുടെ എക്സ് ആക്സിസിന്റെ മുകളിൽ തന്നെയാണെങ്കിൽ നമുക്ക് അതിന്റെ എന്ത് വിളിക്കാം, അതിനെ എക്സ് ആക്സിസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈനും എക്സ് ആക്സിസും സെയിം ആണെന്ന് വിചാരിക്കാം. അവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ നമ്മുടെ ഇൻക്ലിനേഷൻ. ആ ആംഗിൾ കിട്ടിയാലേ എന്ത് പറയാൻ പറ്റുള്ളൂ, ടാൻ തീറ്റ വെച്ചിട്ട് നമുക്ക് അതിന്റെ സ്ലോപ്പ് പറയാൻ പറ്റുള്ളൂ. സോ ഈ ലൈൻ എൽ എന്ന് പറയുന്നത് നേരെ ഇങ്ങനെ എക്സ് ആക്സിസിന്റെ മുകളിൽ തന്നെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. സോ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച പ്രകാരം
എം ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചത് സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഇനി എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നെ ഉണ്ടാക്കുന്നില്ല. കാരണം എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് വിളിക്കുന്നത്. എക്സ് ആക്സിസ് തന്നെ ഓൾറെഡി കിടക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ എക്സിന് വേറൊരു ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തീറ്റയുടെ വാല്യൂ നമ്മൾ എത്ര ഡിഗ്രി ആയിട്ട് എടുക്കും? 0 ഡിഗ്രി ആയിട്ടാണ് എടുക്കുക. എക്സ് ആക്സിസിന്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻക്ലിനേഷൻ അവിടെ വരുന്നില്ല. സോ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എം ഇസ് ഈക്വൽ ടു ടാൻ 0. ടാൻ 0 നമ്മൾ തൊട്ട് മുന്നേ ടേബിൾ വരച്ചപ്പോൾ കണ്ടിരുന്നു. ടാൻ 0 0 ആണ് അല്ലെ. അപ്പൊ സ്ലോപ്പ് എന്താണെന്ന് പറയാം? 0 ആണ്. അത് നേരതായി ഫിഗർ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ലൈന് തീറ്റ ഉണ്ടാക്കുമ്പോഴാണ് ഇത് എക്സ് ആക്സിസിന്റെ മുകളിൽ തന്നെ കിടക്കുവാണെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്ന ഒരാളില്ല. സോ 0 ആയിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് ഇല്ല. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് എന്താണെന്നൊരു വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ കേസ് ആണ്, നമ്മുടെ ഈ ലൈന് ചെരിഞ്ഞ് വൈ ആക്സിസിലേക്ക് പോവാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ വരും? കറക്റ്റ് അത് തമ്മിലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് മാറും. എക്സ് ആക്സിസുമായിട്ടാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ എക്സ് ആക്സിസ് നിന്ന് മാറി ഇങ്ങനെ വൈയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ 90 ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 90 ഡിഗ്രി അല്ലെ. വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ എന്തായിരിക്കാം നമുക്ക് ഇവിടെ തീറ്റ എടുക്കാൻ പറ്റുന്നത്? 90 ഡിഗ്രി ആണ്. എക്സ് ആക്സിസുമായിട്ട് നമ്മുടെ വൈനെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം പരസ്പരം കോർഡിനേറ്റ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ 90 ഡിഗ്രി ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ലോപ്പ് എന്താ വരാ? എം ഇസ് ഈക്വൽ ടു ടാൻ 90 എന്ന് വരും. ടാൻ 90 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന്റെ സ്ലോപ്പ് ഡിഫൈൻഡ് അല്ല. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ഇവിടെ പഠിക്കണം. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് 0 ആണ്, വൈ ആക്സിസിന്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ്. ഈ രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഈ രണ്ട് ലൈൻസ് പാരലൽ ആയുള്ള പ്രത്യേകത പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. രണ്ട് ലൈൻസ് ഒരേപോലെ ചെരിഞ്ഞിരിക്കുമ്പോഴാണ് അതിനെ പാരലൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാരലൽ ലൈൻസിന്റെ സ്ലോപ്പുകളും സെയിം ആയിരിക്കും. ഇത്ര മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ദെയർ സ്ലോപ്സ് ആർ ഈക്വൽ. അപ്പൊ രണ്ട് സ്ലോപ്പുകൾ M1 എന്ന് പറയുന്നത് ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പും M2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പും ആണെങ്കിൽ ഇഫ് L1 പാരലൽ ടു L2, ഇതൊന്നും ഓർത്തിരിക്കുക. L1 എന്ന് പറയുന്നത് L2 പാരലൽ ആണെങ്കിൽ M1 എന്ന് പറയുന്നത് M2 ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസിന്റെയും സ്ലോപ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് കൂടെ വേണം, പല പ്രോബ്ലത്തിന്റെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ പാരലലിസം പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും അവിടെ പെർപെൻഡിക്കുലാരിറ്റി വരാനുണ്ട് അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, അതായത് L1 എന്ന് പറയുന്ന ലൈന് L2 പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ ദ വൺ ഇസ് റെസിപ്രോക്കൽ, നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് ദ അതർ എന്ന് പറഞ്ഞാൽ രണ്ട് പേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആയിരിക്കും കിട്ടുക. ഇതിനെ തന്നെ മറ്റൊരു രീതി പറയാം കേട്ടോ. M2 is equal to -1/M1 ഇങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാം. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരാൾ മറ്റേയാളുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പോൾ ഒന്ന് 5 കിട്ടിയാൽ മറ്റേത് -1/5 ആയിരിക്കും. ഇനി ഒന്ന് -1/2 കിട്ടിയാൽ അതിന്റെ ഉത്തരം 2 ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് ഒരു സ്ലോപ്പ്, രണ്ട് സ്ലോപ്പുകൾ തമ്മിലുള്ള ബന്ധം. അത് ഓർത്തിരിക്കുക. ഇതും നമ്മുടെ പ്രോബ്ലത്തിന്റെ ഇടയിൽ കയറി വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻസിലേക്കാണ് കടക്കാനുള്ളത്. സ്ട്രേറ്റ് ലൈൻസിന് മെയിൻ ആയിട്ട് 5 ഇക്വേഷൻസ് പറയാനുണ്ട്. ഓക്കെ, അതായത് 5 ടൈപ്പാണ്. നിങ്ങൾക്ക് തരുന്ന ആൾക്കാർ മാറുന്നതിനനുസരിച്ച് 5 രീതിയിൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യത്തത് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഹൊറിസോണ്ടൽ ലൈനിന്റെയും ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ഏതൊരു വെർട്ടിക്കൽ ലൈനിന്റെയും ഇക്വേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മുടെ ക്ലാസ്സസിൽ ഇൻക്ലൂഡഡ് ആണ്. എഡ്ഫിലിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ അതിൽ കാറ്റഗറി 3യുടെ ക്ലാസ്സസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വേണ്ട ബേസിക് ആയിട്ട് വലിച്ചു വാരി പഠിക്കുന്നതല്ല, പക്ഷെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ പറയുമ്പോൾ അതൊന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഇവിടെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുള്ള സെക്ഷനിൽ നോക്കാം. നമുക്ക് എക്സ് ആക്സസും വൈ ആക്സസും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. പക്ഷേ ലൈന് വെർട്ടിക്കൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് ടൈപ്പ് ലൈൻസ് നമ്മൾ മെയിൻ ആയിട്ട് പറയാറുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നേരെ സ്റ്റാൻഡ് ചെയ്യുന്ന ലൈൻ, നേരെ നിൽക്കുന്ന ആളെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ ചെരിഞ്ഞാണ് കിടക്കുന്നെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം ആർക്ക് പാരലൽ ആണ്? നോക്കിയേ, വൈ ആക്സിസിന് പാരലൽ ആണ്. ശരിയല്ലേ? ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? ബി തന്നെയാണെന്ന് വിചാരിക്കുക. സോ പോയിന്റ്, ഇവിടെ വരുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇത് എക്സ് ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് അല്ല. അപ്പൊ എനിക്ക് ഇതിനെ B,0 എന്ന് വിളിക്കാം. ഇത് ഇതും എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് പാർട്ടിലുള്ളതാണ്. അപ്പൊ അതിനെ എനിക്ക് -B,0 എന്ന് വിളിക്കാം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഈ ലൈൻസ് രണ്ടും വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു,
ഇവിടുത്തെ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബിയിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ വാല്യൂ മാറിയിട്ടുണ്ടാവാം. അങ്ങനെയല്ലേ കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കാം. y ആക്സിസിന് പാരലൽ ആവുന്ന ലൈൻസ് എപ്പോഴും x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ നിങ്ങൾക്ക് സ്വന്തം പറയാം. x ആക്സിസിന് പാരലൽ ആവുന്ന ലൈൻ ആണെങ്കിലോ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഞാനൊന്ന് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയാണ്. ഇവിടെ y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് y ആക്സിസിന് പാരലൽ ആവുന്ന എല്ലാ ലൈനിന്റെയും ഇക്വേഷൻ x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ഇത് കടന്നു പോകുന്നത് ബിയിലൂടെ ആയതുകൊണ്ട് എനിക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും x ഈക്വൽ ടു ബി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇയാൾ കടന്നു പോകുന്നത് മൈനസ് ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ അല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാം? x ഈക്വൽ ടു മൈനസ് ബി. അങ്ങനെയായിരിക്കും ഇക്വേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വേർട്ടിക്കൽ ആണ് ലൈനെങ്കിൽ രണ്ട് രീതിയിൽ പഠിച്ചു വെക്കാം. ഒന്നെങ്കിൽ വേർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ, അല്ലെങ്കിൽ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും അതിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ ആണോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാ ഇവിടെ 3യും -3 ആണ് വാല്യൂസ് തന്നത് അല്ലേ. അതായത് ഇവിടെയാണ് നമ്മുടെ 3 വാല്യൂ, ഇതും 3 തന്നെയാണ്, പക്ഷെ പോയിന്റ് പറയുമ്പോൾ -3 ആയിരിക്കും. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരും എന്ന് ആലോചിച്ച് നോക്കിയേ. x ഈക്വൽ ടു 3. ക്ലിയർ ആണോ? എത്രയാണോ ഡിസ്റ്റൻസ് അകലെയാണോ നമ്മുടെ ലൈന് പാരലൽ ആയി നിൽക്കുന്നത് ആ പോയിന്റ് x ഈക്വൽ ടു എന്ന് പറഞ്ഞു എഴുതിയാൽ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി. അതേപോലെ ഇയാൾ ഒന്ന് നോക്കിയേ. ഇവിടുന്ന് ഇങ്ങോട്ടും 3 ആണ്, പക്ഷെ -3 ആ ലൈൻ പോകുന്നത്. സോ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്ത് വന്നു? x ഈക്വൽ ടു -3. ഓക്കെ ആണോ? അപ്പൊ y ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതെപ്പോഴും x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇക്വേഷൻ ഉണ്ടായിരിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈനിൻ്റെത് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഹൊറിസോണ്ടൽ എപ്പോഴും x ആക്സിസിന് പാരലൽ ആയിരിക്കും. x ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഇക്വേഷൻ എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? y ഈക്വൽ ടു എന്നാണ്. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ x ഈക്വൽ ടു, x ആക്സിസിന് പാരലൽ ആണെങ്കിൽ y ഈക്വൽ ടു എന്ന് വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റിനെ നമ്മൾ a എന്ന് വിളിച്ചിട്ടുണ്ടേ. അതേപോലെ ഈ പോയിന്റ് -a ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസും a ആണ്, ഈ ഡിസ്റ്റൻസും a ആണെന്ന് വിചാരിക്കുക. സോ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു a ആയിരിക്കും. ഇത് y ഈക്വൽ ടു -a ആയിരിക്കും. ഓക്കെ ആണോ? അതായത് നെഗറ്റീവ് പാർട്ടാണ് ഇത് വൈൻ്റെ, സോ y ഈക്വൽ ടു -a. ഇത് പോസിറ്റീവ് പാർട്ടാണ് വൈൻ്റെ, സോ y ഈസ് ഈക്വൽ ടു a. x ആക്സിസിന് പാരലൽ ആണെങ്കിൽ y ഈക്വൽ ടു എന്ന ഇക്വേഷൻ വരും. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ x ഈക്വൽ ടു എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് -2 2 എന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് എഴുതാണേ. y ഈക്വൽ ടു -2 ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ വരിക. ഇത് y ഈക്വൽ ടു 2 ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ജസ്റ്റ് ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. സോ ആദ്യത്തെ പോയിന്റ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തേലേക്ക് കടക്കുവാണ്. പോയിന്റ് സ്ലോപ്പ് ഫോം. അതായത് ഒരു പോയിന്റും സ്ലോപ്പും തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാ. പോയിന്റ് ഇപ്പം y - y1 ഈക്വൽ ടു m × x - x1. ഇനി m എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ട്രേറ്റ് ലൈൻസിന്റെ എവിടെ m കണ്ടാലും സ്ലോപ്പ് ആവാനാണ് ചാൻസ് അത് കൂടുതലും. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് y - y1 നമ്മുടെ ഇക്വേഷൻ ഇതാണ്. പോയിന്റും സ്ലോപ്പുമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ y - y1 is equal to m × x - x1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? സോ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കണം. സ്ലോപ്പ് -2 ആണ്, അതേപോലെ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ x1 y1 എന്നും ഇത് നമ്മുടെ സ്ലോപ്പ് ആണെന്നും എടുക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? y - y1 is equal to m × x - x1. നേരെ വാല്യൂസ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഇക്വേഷൻ ആണ് വേണ്ടത്. ആ ഇക്വേഷനിൽ എക്സിനും വൈക്കും നിങ്ങൾ വാല്യൂസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, എക്സും വൈയും ആയിട്ട് തന്നെ ഇരിക്കണം, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. y - y1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, ഇസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -2 ആണ്. x - -2 ഇതാണ് നമ്മുടെ. ഇതൊന്ന് സോൾവ് ചെയ്യണം. y - 4 is equal to -2 × x + 2 എന്ന് വരും. ഈ -2 ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? y - 4 ഈക്വൽ ടു -2x - 4. എല്ലാത്തിനും ഒരു സൈഡ് ആക്കി വെക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ y, ഞാൻ -4 അങ്ങോട്ട് കൊണ്ടുപോവാണേ. അപ്പം -2x -4 + 4 ഇത് രണ്ടും എന്തായിട്ട് മാറി? ക്യാൻസൽ ആയി. നിങ്ങൾക്ക് വേണം ഇവിടെ വെച്ചിട്ട് തന്നെ അതിനെ സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ y is equal to -2x. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ y - y1 is equal to m × x - x1 എന്ന് പറയുന്നത് സാധാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ സ്ലോപ്പും തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം, തരുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് തന്നാൽ സ്ലോപ്പ്, പോയിന്റ് തന്നാൽ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ m is equal to 1/2 തന്നു. ഇതിനെ x1 y1 ആക്കി എടുത്താൽ നമ്മുടെ ഇക്വേഷൻ നേരെ y - y1 equal to m × x -
x1. നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. y മൈനസ് നമുക്കറിയാം y1 ആയിട്ട് ഇവിടെ ഉള്ളത് -5 ആണ്, m ആയിട്ടുള്ളത് 1/2 ആണ്, x മൈനസ് x1 ആയിട്ട് -1. ഈ വാല്യൂസ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് y + 5i ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയി. ഞാൻ ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. സോ 2 ഇൻറ്റു y + 5 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് വന്നു. അതായത് 2y + 10 മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. കംപ്ലീറ്റ് ഒരു പാർട്ടിലേക്ക് എടുത്താണ്. അതൊക്കെ നിങ്ങളുടെ ഫൈനൽ ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് എങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2y മൈനസ് എക്സ് പ്ലസ് 9 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ. 10 - 1 ഒരു 9 കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലൂടെ എത്താൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ? നമ്മൾ പോയിന്റും സ്ലോപ്പും തന്ന പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് ടൈപ്പിലേക്കാണ്, അതായത് തേർഡ് ഇക്വേഷനിലേക്കാണ് പോകുന്നത്. 2-point ഫോം. y മൈനസ് y1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 അല്ലേ? ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചത്? തൊട്ടു മുന്നേ പോയിന്റും സ്ലോപ്പും തരുമ്പോൾ. ഇവിടെ സ്ലോപ്പ് തന്നിട്ടില്ലാത്തതിന് പകരം 2 പോയിന്റുകളാണ് നിങ്ങൾക്ക് തരിക. 2-point ഫോം, അതായത് 2 പോയിന്റ്സാണ് തരിക. അപ്പോൾ പോയിന്റ് തരുമ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നോക്കിയേ, ശരിക്കും ഇയാളെന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? നമ്മുടെ സ്ലോപ്പ് തന്നെയാണ്. സ്ലോപ്പിന് ഡയറക്റ്റ് തരാത്തത് കൊണ്ട് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ 2 പോയിന്റുകളാണ് തന്നെ. ഇതിന് x1 y1 എന്നും ഇതിന് x2 y2 എന്നും കൊടുത്താൽ നമുക്കിനി സ്ലോപ്പ് കണ്ടെത്തിയിട്ട് നേരെ ഇക്വേഷനിൽ കൊണ്ട് ഇട്ടാലും മതി. അപ്പോൾ സ്ലോപ്പ് കാണാൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ചെയ്ത് നോക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? y2 എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് -5 ഡിവൈഡഡ് ബൈ ഇതെന്തായിരിക്കും? -2 മൈനസ് 9. അപ്പോൾ ആൻസർ 5 + 5 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ -11. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം 5 + 5 10ഉം കിട്ടി. അതേപോലെ -2 മൈനസ് 9 എന്ന് പറഞ്ഞാൽ -11 കിട്ടി. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഇനി നേരെ നമ്മുടെ ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ ഇക്വേഷൻ നേരിട്ട് യൂസ് ചെയ്യാം, അതല്ല എമ്മിനെ ഇവിടെ തന്നെ വെച്ച് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. 2 രീതി ചെയ്താലും ലാസ്റ്റ് ആൻസേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. സോ y1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ y1 ആയിട്ട് എടുത്തിരിക്കുന്നത് -5നെയാണ്. സ്ലോപ്പ് കിട്ടിയത് -10/11 ആണ്. എക്സ് മൈനസ് x1 ആയിട്ട് എടുത്തിരിക്കുന്ന പോയിന്റ് 9 ആണ്. സോ വാല്യൂസിനെ നേരെ കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ ഈ 11 ഇങ്ങോട്ടും എടുത്ത് നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ബ്രാക്കറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാത്രം ഒരു സൈഡിൽ, എങ്ങനെയായാലും കുഴപ്പമില്ല. അത് നമ്മുടെ ഫൈനൽ ആൻസർ എപ്പോഴും ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ഡിപ്പെൻഡഡ് ആണ്. അതിനനുസരിച്ച് മാറ്റിയും തിരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 11 ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, സോൾവ് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യുക? ചെറുതാക്കി മാറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അതേപോലെ അടുത്ത് തന്നിരിക്കുന്നതാണ് ഈ -8, -1ഉം അതേപോലെ 2,5. ഇവിടെയും 2 പോയിന്റ്സ് ആണ് നമുക്ക് തന്നത്. പോയിന്റുകൾ 2 എണ്ണം തരുമ്പോൾ തന്നെ മനസ്സിലാക്കാം 2-point ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സ്ലോപ്പ് കാണാൻ ഞാൻ എന്ത് ചെയ്യണം? y2 മൈനസ് y1, അതായത് 5 മൈനസ് -1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്, അതായത് 2 മൈനസ് -8. ഇത് 6/10 എന്ന് മാറും. ഓക്കെ, ചെറുതാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് 3/5 എന്നായിരിക്കും. സോ ഇനി സ്ലോപ്പിന് പകരം നിങ്ങൾക്ക് എന്തെടുത്താൽ മതി? 3/5 എന്നുള്ള ഇക്വേഷനിൽ യൂസ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഫോർമുല y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ ഇക്വേഷനിലും എമ്മിനും y1നും x1നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ y മൈനസ് -1 ഇസ് ഈക്വൽ ടു 3/5 ഇൻറ്റു എക്സ് മൈനസ് -8. ഇതും സോൾവ് ചെയ്യാം. y + 1 ഈക്വൽ ടു 3/5 ഇൻറ്റു എക്സ് പ്ലസ് 8. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 3നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ 5നെ എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു y + 1 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 8. നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം എക്സ്പാൻഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഉത്തരവായിട്ട് മാറി. സോ 3 ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് 4th വണ്ണിലേക്കാണ് പോകുന്നത്, ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കാണാം. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈൻ L അല്ലേ? ഈ ലൈന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒറിജിനുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ലൈൻ
ലൈന് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നും എത്ര അകലത്തിലാണോ ഉള്ളത് ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഇന്റർസെപ്റ്റുകൾ. ശ്രദ്ധിക്കണം, ഇന്റർസെക്റ്റ് അല്ല ഇന്റർസെപ്റ്റ് ആണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ എക്സ് ആക്സിസിന് എത്ര ഡിസ്റ്റൻസിലാണോ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണോ മീറ്റ് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ അറിയാം ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്, ഡി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ ഒന്ന് വൈയിലേക്ക് നോക്കി നോക്കിയേ, നമ്മുടെ വൈ ആക്സിസിനെ നമ്മൾ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലേക്കാണോ മീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലൈന് നമ്മുടെ വൈ ആക്സിസിനെ മീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഒറിജിനുമായിട്ട് അത് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വൈ ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ് ആണ് സി. അപ്പൊ നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് പോവാണ്. നമ്മൾ ജനറൽ ഫോം ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലുള്ള എമ്മും സിയും എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയല്ലോ. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്, സി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനിന്റെ ജനറൽ ഫോം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഒറിജിനിൽ നിന്നും ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന, അതായത് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റർസെപ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇന്റർസെപ്റ്റ്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിൽ ആദ്യത്തേതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം രണ്ട് ഇക്വേഷൻസ് ആണ്. കാരണം എക്സ് ഇന്റർസെപ്റ്റും ഉപയോഗിക്കാം, വൈ ഇന്റർസെപ്റ്റും യൂസ് ചെയ്യാലോ. ഇതിൽ ആദ്യത്തത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. ഇത് വൈ ഇന്റർസെപ്റ്റിന്റെ ഫോം ആണ്. ഇതെന്താണ്, y ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഡീനെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, എക്സിന്റെ ഇന്റർസെപ്റ്റ് ആയിട്ടാണ്. സോ ഇത് വൈ ഇന്റർസെപ്റ്റ് വരുമ്പോൾ ഇത് എക്സ് ഇന്റർസെപ്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് സ്ലോപ്പും തരും ഇന്റർസെപ്റ്റും തരും. ഈ രണ്ട് കേസിൽ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്റർസെപ്റ്റ് ഫോം കേട്ടോ, നമ്മുടെ അഞ്ചാമത്തെ ഇക്വേഷൻ ആണ്, അഞ്ചാമത്തെ ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ ആണ് ഒറിജിനിൽ നിന്നും നമ്മുടെ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്ത വരെയുള്ള ഡിസ്റ്റൻസ് എങ്കിൽ നിങ്ങൾക്ക് എനെ എന്താണെന്ന് വിളിക്കാം, ഇതാണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അതേപോലെ ബി നോക്കിയേ, ഒറിജിൻ തൊട്ടിട്ട് ആക്സിസ് മീറ്റ് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് ഡിനോട്ട് ചെയ്തത്. സോ ബിനെ നമുക്ക് വൈ ഇന്റർസെപ്റ്റ് എന്നും വിളിക്കാം. അപ്പൊ വൈ ഇന്റർസെപ്റ്റും എക്സ് ഇന്റർസെപ്റ്റുകളും ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇത് ഓർത്ത് വെക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എക്സിന്റെ താഴെ എക്സ് ഇന്റർസെപ്റ്റും വൈന്റെ താഴെ വൈ ഇന്റർസെപ്റ്റും ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സോ ഇതാണ് രണ്ട് ഇന്റർസെപ്റ്റുകളും അറ്റേ ടൈം തരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്ട്രേറ്റ് ലൈൻ കാണാനുള്ള ഫോർമുല. ഇത് പറഞ്ഞത് എപ്പോഴായിരുന്നു, സ്ലോപ്പും ഇന്റർസെപ്റ്റും അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒരു ഇന്റർസെപ്റ്റേ തരുള്ളൂ ആൻഡ് കൂടെ സ്ലോപ്പും ഉണ്ടാവും. അപ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻസിൽ ഏതാണോ തന്നിരിക്കുന്ന ഇന്റർസെപ്റ്റ് അതിനനുസരിച്ച് ഇക്വേഷൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ട് ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് ഒന്നുമില്ല, പക്ഷെ രണ്ട് ഇന്റർസെപ്റ്റും അറ്റ് എ ടൈം തരും. അപ്പോഴാണ് നമ്മൾ ഈ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയേ, ഇതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് കാണാനുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇതിൽ ആദ്യത്തത് intersecting x axis at a distance of 3 units to the left. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് ഇതാണ് ഒറിജിൻ എന്ന് നമുക്കറിയാം. ഇത് എക്സിന്റെ പോസിറ്റീവ്, ഇത് എക്സിന്റെ നെഗറ്റീവ് പാർട്ടാണ്. ഇനി intersecting x axis at a distance of 3 units എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒറിജിൻ. ഒറിജിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞതാ ഇവിടേക്കല്ലേ വരിക. ഇവിടെയുള്ള ഏത് പോയിന്റും 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 3 ആണെന്നാ, പക്ഷെ പോയിന്റ് എന്തായിരിക്കും, -3 ആയിരിക്കും. അത് ഓർമ്മയിൽ വേണം. 3 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, -3 ആണ് പോയിന്റ് അല്ലേ. അപ്പൊ നമുക്ക് ആ പോയിന്റിനെ എങ്ങനെ എടുക്കാം, -3,0. കാരണം എക്സ് ആക്സിസിന് ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇന്റർസെക്ടിങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് ആണ്. അവിടെ വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ആൻഡ് ഒറിജിന്റെ ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ -3ലാണ് ഇത് കിടക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ. ആൻഡ് കൂടാതെ സ്ലോപ്പ് തന്നിട്ടുണ്ട് -2. അപ്പൊ ഇതിനെ എം ആയിട്ട് വെക്കാം, ഇതിനെ x1 y1 ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നല്ലോണം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പോയിന്റും സ്ലോപ്പും ആണുള്ളത്. അപ്പൊ ഏത് ഫോം ആയിരിക്കും, നമ്മൾ പഠിച്ച 5 എണ്ണത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് സ്ലോപ്പ് ഫോം y മൈനസ് y1 is equal to m into x minus x1. ക്ലിയർ അല്ലേ. ഇതാണ് നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം. ഈ ഇക്വേഷനിൽ നേരെ പോയിന്റിനും സ്ലോപ്പിനും ഒക്കെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും, y minus 0 is equal to -2 into x minus -3. So y is equal to -2x
-6 എന്ന് വരും. ക്ലിയർ അല്ലേ? -2x + 6 നെഗറ്റീവും കൂടെ വരുമ്പോൾ -6. ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ പോയിന്റും സ്ലോപ്പും കിട്ടി. ഇത് പോയിന്റിന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ചു കഴിഞ്ഞ് നമുക്കൊന്ന് സോർട്ട് ചെയ്താൽ പോയിന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. x1 y1 ഉം m അതേപോലെ വാല്യൂസ് കൊടുത്തു. എന്ത് കിട്ടി? y - y1 = m × x - x1. m-ന്റെ സ്ഥലത്ത് -2 കൊടുത്തു, y1ന്റെ സ്ഥലത്ത് 0യും x1ന്റെ സ്ഥലത്ത് -3യും കൊടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ലാസ്റ്റ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പാസിംഗ് ത്രൂ -3,5 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 2,5 ആൻഡ് -3,6. ഒന്ന് ആലോചിക്കണേ. -3,5 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, പക്ഷെ അത് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ഈ രണ്ട് പോയിന്റുകൾ 2,5ഉം അതേപോലെ -3,6 എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പൊ ഈ രണ്ട് ലൈൻസ്, ഇതിപ്പോ നമ്മുടെ L1 ഇത് L2 ആണെങ്കിൽ L1ന്റെ L2ന്റെ സ്ലോപ്പ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. L1ഉം L2 ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും നിങ്ങൾക്ക് നേരെ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് ഇക്വേഷനിൽ വരാ? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയാൽ ഒന്ന് മറ്റേതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കിട്ടിയാൽ സുഖമായിട്ട് നമുക്ക് വേണ്ട ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ഇതിനെ ഞാൻ എന്ത് പറയാൻ പോവാ? x1 y1, ഇതിനെ x2 y2 എന്ന് പറഞ്ഞാൽ L2ന്റെ സ്ലോപ്പ് എനിക്ക് കിട്ടും. ഓക്കെ, L2ന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. y2 - y1 നമ്മൾ പഠിച്ച ഇക്വേഷൻ നേരെ അപ്ലൈ ചെയ്താൽ മതി അല്ലെ? അതായത് 6 - 5 ഡിവൈഡഡ് ബൈ -3 - 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? -1/5. അപ്പോ ഈ L2 എന്ന് പറയുന്ന താഴെയുള്ള ലൈനിന്റെ സ്ലോപ്പ് ആണ് -1/5. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട L1ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇയാളുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വരാ? 5 അല്ലേ? -1/5ന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായി, റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/5 തിരിച്ചിട്ട് 5/1. അതായത് 5 ആണ് നമുക്ക് വേണ്ട ലൈനിന്റെ ഇക്വേഷൻ. കൂടാതെ അതിലുള്ള ഒരു പോയിന്റ് ആണ് x1 y1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് -3,5. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റും അതിന്റെ സ്ലോപ്പും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് തന്നിരിക്കുന്നത് അതിന്റെ സ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ലൈനിന്റെ സ്ലോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ക്ലൂ ആണ്. അപ്പൊ അത് സോൾവ് ചെയ്തു, നമുക്ക് അതിന്റെ സ്ലോപ്പ് കിട്ടി, ഒരു പോയിന്റും കിട്ടി. അഗെയിൻ നമ്മൾ അതിനെ y - y1 = m × x - x1 എന്നുള്ള പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാൻ പോവാണ്. y1ന്റെ സ്ഥലത്ത് 5 കൊടുക്കാം. m എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. x - -3. സോ y - 5 = 5x + 15 എന്ന് വരും. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. അതായത് y = 5x + 15 + 5 എന്ന് പറയുമ്പോൾ 20 എന്ന് വരും. ഓക്കെ, -5 അങ്ങോട്ട് വരുമ്പോൾ +5, അപ്പൊ 15 + 5 20. സോ y = 5x + 20. ഇതാണ് ലൈൻ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺസെപ്റ്റ് തരുന്നതിന് പകരം കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ക്ലൂസ് ആയിരിക്കും അതിൽ തന്നിട്ടുണ്ടാവുക. അത് വെച്ചൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ വേണ്ട ഫോം കണ്ടെത്തിയിട്ട് പിന്നെ ഇക്വേഷനിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ദ ലൈൻ ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്. നമ്മൾ രണ്ട് ഇന്റർസെപ്റ്റുകളും ഈക്വൽ ആണെന്നാ പറഞ്ഞത് അല്ലെ? രണ്ട് ഇന്റർസെപ്റ്റുകളും വരുന്ന ഇക്വേഷൻ ഏതാണ്? ഇതല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇന്റർസെപ്റ്റ് ഫോം ആണ്. രണ്ട് ഇന്റർസെപ്റ്റുകളും ഒരേ സമയം തന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റുകൾ രണ്ടും സെയിം ആണ്. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? രണ്ടും ഞാൻ a ആയിട്ട് എടുക്കാണ്, അല്ലെങ്കിൽ രണ്ടും നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? b ആയിട്ട് എടുക്കാം. സോ ഇവിടെ ഞാൻ രണ്ടിനെയും a എന്ന് തന്നെ വിളിക്കാം, കാരണം രണ്ട് ഇന്റർസെപ്റ്റുകളും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. x + y കോമൺ ആയിട്ട് എനിക്ക് a എഴുതാലോ? അങ്ങനെയാണെങ്കിൽ x + y = ഈ a അങ്ങോട്ട് പോയാൽ 1 × a എന്നാവും. ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ വാല്യൂ കൂടി അറിയണം. അതിനാണ് ബാക്കിയുള്ള ഒരു പാർട്ട് നോക്കിയാൽ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3 എന്ന് പറഞ്ഞാൽ എന്താ? 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിലെ എക്സിനും വൈക്കും 2ഉം 3ഉം കൊടുത്താൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും കൊടുത്തു കേട്ടോ. റീസൺ എന്താണ്? ഈ ലൈന് ആ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ആ പോയിന്റിന് എക്സിനും വൈക്കും കൊടുത്താലും ആൻസർ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. സോ എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 2 + 3 = a. എയുടെ വാല്യൂ 5 ആണെന്ന് കിട്ടി. എയുടെ വാല്യൂ 5 ആണെന്ന് കിട്ടിയാൽ അവിടെ നിർത്തരുത്, കാരണം സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ നമ്മളിതാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. x + y = 5. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇത്രയായി കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞു ഡയറക്റ്റ് അല്ല ഒന്നും, എല്ലാം കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാലും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്തത്
ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്. ഇതിൽ നമുക്കറിയാം സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും കാണുമെന്ന് പറയുമ്പോൾ തന്നെ വൈ ഇന്റർസെപ്റ്റും സ്ലോപ്പും വരുന്ന ഫോം ഏതാണ്? y is equal to mx plus c ആണ്. അപ്പൊ ആ ഫോമിലേക്ക് ഒന്ന് ഇതിനെ എഴുതാൻ പറ്റിയാൽ മതി അല്ലെ. ഇതൊന്ന് നോക്കിയേ, ഞാൻ 7y is equal to minus x എന്ന് എഴുതി പ്ലസ് 0. ഇനി y ഈക്വൽ ടു mx plus c, വൈൻ്റെ കൂടെ ഉള്ള ആൾ എപ്പോഴും 1 ആയിരിക്കണം. സോ ഈ 7 പോക്കാൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാത്തിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നോക്കുക, y ഈക്വൽ ടു mx plus c യിലെ വാല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് നമ്മുടെ ആര്? വൈ ഇന്റർസെപ്റ്റ്, അതേപോലെ എം ആണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, ഇതിൽ എക്സിന്റെ സ്ഥലത്ത് എക്സ് തന്നെ ഉണ്ട്. ബാക്കി വന്ന ആളാരാണ്? ഒരു -1/7. അപ്പൊ അയാളായിരിക്കുമല്ലോ എം എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -1/7 ആണ്. ഇനി സിയുടെ വാല്യൂ എന്താണ്? 0 അല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം വൈയുടെ ഇന്റർസെപ്റ്റ് 0 ആണ്. സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന ഇക്വേഷനെ y ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിലേക്ക് എഴുതുക. അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ആരാണോ അയാളെ ആയിരിക്കും നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കുക. പ്ലസിന് ശേഷം വരുന്ന കോൺസ്റ്റന്റ് ആരാണോ അയാളാണ് നമ്മുടെ y ഇന്റർസെപ്റ്റ്. ഇതുപോലെ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3y is equal to -6x plus 5. ഇനി ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -6x/3 പ്ലസ് 5/3 എന്ന് വരും. ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് എനിക്ക് 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ y is equal to -2x plus 5/3 എന്നാണ് വരുന്നത്. ജസ്റ്റ് ഇതിനെ mx plus c യുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. c എന്ന് പറയുന്നത് 5/3 ആണ്, എം എന്ന് പറയുന്നത് -2. പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് സ്ലോപ്പോ ഇന്റർസെപ്റ്റോ കാണാൻ പറഞ്ഞാൽ വേണ്ട ഫോമിലേക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എമ്മിന്റെ പൊസിഷനിൽ എന്ത് വരുന്നു, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരുന്നു, കോൺസ്റ്റന്റ് എന്ത് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത്രയാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണ് എനിക്ക് കാണേണ്ടത് അല്ലെ. പറഞ്ഞ പോലെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഒരുമിച്ച് വരണമെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഫോമിലേക്ക് ഈ തന്ന ഇക്വേഷനെ മാറ്റണം. അത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3x plus 2y equal to 12 എന്ന് മാറ്റി. ഇനി ആ സൈഡിൽ 12ന് പകരം എനിക്ക് എപ്പോഴും വേണ്ടത് 1 ആണ്. 1 വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എല്ലാത്തിനും ഒരു 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് കട്ടായിട്ട് അത് 1 ആയിട്ട് പോകും. സോ എല്ലാത്തിനും 12 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്ത് അവിടെ 4, ഇവിടെ 6. അപ്പോൾ x/4 പ്ലസ് y/6 ഈക്വൽ ടു 1 എന്ന് വന്നു. ഇനി ഡയറക്റ്റ് ഒന്ന് നോക്കിയാൽ പോരെ. എക്സിന്റെ താഴെയുള്ളത് എക്സ് ഇന്റർസെപ്റ്റും വൈൻ്റെ താഴെയുള്ളത് വൈ ഇന്റർസെപ്റ്റും. ഇവിടെ എക്സിന്റെ താഴെ ആരാ വന്നിരിക്കുന്നത്? 4 ആണ്, വൈൻ്റെ താഴെ 6 ആണ്. സോ എക്സ് ഇന്റർസെപ്റ്റ് 4 ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റ് 6 ആയിരിക്കും. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4x plus 3y equal to 6. ഇതിനെയും ഈ പാർട്ട് നമുക്ക് 1 ആക്കണം. സോ എല്ലാത്തിനെയും ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം RHS 1 ആയാലേ നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതെല്ലാം ക്യാൻസൽ ചെയ്താൽ ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഇതേപോലെ ഇത് ഇങ്ങനെ വന്നു, ഈ പാർട്ട് 1 ആയി. അപ്പൊ ഇപ്പൊ ഉള്ളത് എന്താ? 2x/3 പ്ലസ് y/2 ഈക്വൽ ടു 1 എന്നാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി നിർത്തണം അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. സോ എക്സിന്റെ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ല. അവിടെ എക്സിന്റെ കൂടെ 2 ഉണ്ട്. ആ 2നെ ഞാൻ റെസിപ്രോക്കലായിട്ട് താഴേക്ക് എടുത്താൽ എങ്ങനെയാ വരിക? അതിനിങ്ങനെ എഴുതാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2നെ റെസിപ്രോക്കൽ ആക്കി ഞാൻ താഴേക്ക് എടുത്തു. അപ്പൊ ഡിവിഷൻ ആയിട്ട് വരുമ്പോൾ അത് 3/2 എന്ന് തിരിഞ്ഞു വരും. ഈ 3/2 ആണല്ലോ തിരിച്ചു മുകളിലേക്ക് 2 ആയിട്ട് കയറുന്നത്. ഇനി എനിക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. എയുടെ വാല്യൂ 3/2 ആണ്, ബിയുടെ വാല്യൂ 2 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് 3/2 ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റ് 2 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങി. അതായത് ഡിസ്റ്റൻസ് ഫോർമുല, മിഡ് പോയിന്റ്, അതേപോലെയുള്ള ഏരിയയും കൊലീനിയാരിറ്റിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കോണിക് സെക്ഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ അവൈലബിൾ ആണ്. ആൻഡ് സ്റ്റിൽ ഇതെല്ലാം അതിന്റെ ബേസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ആൻഡ് അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് മുകളിലേക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിന്റെ 5 ഡിഫറെന്റ് ഫോംസ് പറഞ്ഞത്. ആൻഡ് തന്നിരിക്കുന്ന ഇക്വേഷനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് സ്ലോപ്പ് അല്ലെങ്കിൽ വൈ ഇന്റർസെപ്റ്റ്, എക്സിന്റെ ഇന്റർസെപ്റ്റ് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രെയിറ്റ് ലൈൻസിന്റെ കൂടുതൽ കാര്യങ്ങളും ഇതിന്റെ മുകളിലേക്കും നമുക്ക് പഠിച്ചു പോയാലേ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാനും കൂടെ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.